ഒരിക്കൽ ഒരു വലിയ കാട്ടാന നല്ലോണം കുളിച്ച് സുന്ദരനായി റോഡിൽ കൂടെ നടന്നു പോവാം. അപ്പൊ ഈ നടന്നു പോകുമ്പം അതേ വഴി കൂടെ മൊത്തത്തിൽ ഡേർട്ടി ആയിട്ടുള്ള ഒരു പന്നിക്കുട്ടി നടന്നു വരും. അപ്പൊ ഈ ആന ഈ പന്നിക്കുഞ്ഞിനെ കാണുന്ന സമയത്ത് സൈഡ് മാറി കൊടുക്കും. ഈ പന്നി അങ്ങ് പോകും. പോയി കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവന്റെ കൂട്ടുകാരോട് കണ്ടോ, എന്നെ കണ്ടിട്ട് ആന വരെയും പേടിച്ചു, അവൻ സൈഡ് മാറിപ്പോയി, അത്രയ്ക്ക് പവർഫുൾ ആണ് ഞാനെന്ന്. അപ്പൊ ഇത് കേട്ട ആനയുടെ കൂട്ടുകാര് ആനയോട് പറയും, സത്യത്തിൽ നിനക്ക് അവനെ പേടിയാണോ? നീ എന്തിനാ അവന് വഴിമാറി കൊടുത്തത്? അപ്പൊ ഈ ആന പറയും, അയ്യോ, എനിക്ക് അവനെ പേടിയുണ്ടായിട്ടല്ല, ഞാൻ കുളിച്ച് സുന്ദരനായി വന്ന സമയത്ത് എനിക്ക് ഒരു ചവിട്ട് കൊടുക്കാനുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ എന്റെ തുമ്പിക്കൈ വെച്ച് ഒരു വീശി അവന് കാര്യം തീർക്കാനുള്ളത് എനിക്കുള്ളൂ. പക്ഷെ ഞാനത് ചെയ്തെങ്കിൽ ഞാൻ വീണ്ടും ഡേർട്ടി ആകും, അതുകൊണ്ടാണ് ഞാൻ വഴിമാറി കൊടുത്തത് എന്ന്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് പല അനാവശ്യവും പറയുന്ന പല ആൾക്കാരുകൾ കാണും. അത് ചിലപ്പോൾ നമ്മുടെ സക്സസ് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ലെവലിലേക്ക് അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അസൂയുണ്ടോ, പല ഫ്രസ്ട്രേഷൻ കൊണ്ടോ, അവരുടെ ജീവിതത്തിൽ സ്വയമുള്ള ഫ്രസ്ട്രേഷൻ കാരണം കൊണ്ടോ നമ്മളെക്കുറിച്ച് പലതും പറയുന്ന ആൾക്കാരുണ്ടാവും. അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ശരികൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതിലാണ് കാര്യം. അല്ലാതെ എപ്പോഴും നമ്മളെ കുറിച്ച് പറയുന്നതിന് നമ്മൾ റെസ്പോൺസ് കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയാം. ദാറ്റ്സ് ഇറ്റ്.